ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ DLEDുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങൾക്ക് മുന്നിലെത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. നിരന്തരമായിട്ട് കമൻറ്റ് ബോക്സുകളിൽ എപ്പോഴാണ് DLEDൻ്റെ അഡ്മിഷൻ തുടങ്ങുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരമായി ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് ആ ഒരു കാര്യങ്ങളിൽ നിങ്ങളെ എല്ലാ സംശയങ്ങളും തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 2025-27 അധ്യയന വർഷത്തെ DLEDനുള്ള അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ മുന്നിലിവിടെ കാണുന്നത്. നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് നോക്കി പോവാം. ഈ നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആണ്. സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഉണ്ട്. ഏകദേശം സെയിം കാര്യങ്ങൾ തന്നെയായിരിക്കും രണ്ടിലും പറയുക. ഇപ്പം നിലവിൽ ഞാനിവിടെ ഗവൺമെൻറ് എയ്ഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. 2025-27 അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് താഴെ പറയുന്ന യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്നുള്ള കോഴ്സിൻ്റെ പേര് ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്ന് മാറ്റി പുനർനാമകരണം ചെയ്യുകയും LP UP അധ്യാപക വിദ്യാഭ്യാസത്തിൻ്റെ ഘടനയും സ്വഭാവവും പാഠ്യപദ്ധതിയും 2018-19 അധ്യയന വർഷം മുതൽ 5/5/2018 പ്രകാരം പരിഷ്കരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഉണ്ടായിട്ടുണ്ട്. 4 സെമസ്റ്ററുകളിലായി 2 വർഷമാണ് കോഴ്സിൻ്റെ കാലാവധി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കോഴ്സ് എത്ര ഉണ്ടാവും? ഈ ഒരു കോഴ്സ് പ്രധാനമായിട്ടും ഉണ്ടാവുക 4 സെമസ്റ്ററുകളിലായിട്ടാണ് ഉണ്ടാവുക. 2 വർഷമായിരിക്കും എന്ത് ഈ ഒരു കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോഴ്സിന് വേണ്ട യോഗ്യതയെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അപേക്ഷകർ താഴെ പറയുന്ന ഏതെങ്കിലും പരീക്ഷയിൽ ചുരുങ്ങിയത് 50% മാർക്ക് നേടിയിരിക്കണം. എത്ര ശതമാനം വേണം? 50%. അതായത് നിങ്ങൾക്ക് 50%-ന് താഴെയാണ് നിങ്ങളുടെ മാർക്ക് എങ്കിൽ നിങ്ങൾക്കൊരിക്കലും TTCക്ക് അല്ലെങ്കിൽ DLEDന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കഴിയില്ല. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നടത്തുന്ന പ്രീ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യമായി അംഗീകരിച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് 50% മാർക്കുള്ളവർക്ക് ഇത് കൊടുക്കാം. കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുന്ന ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യമായി കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷയിൽ 50%-ന് മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ട്. അതായത് +2 കഴിഞ്ഞിട്ടുണ്ട്, 50%-ന് മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ആകെയുള്ള സീറ്റുകളിൽ സയൻസ് വിഭാഗത്തിന് 40%, ആകെയുള്ള സീറ്റുകളിൽ സയൻസ് വിഭാഗത്തിന് 40% കൊടുക്കും. ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിനും 40% കൊടുക്കും. കൊമേഴ്സ് വിഭാഗത്തിന് 20% മാത്രമേ കൊടുക്കുകയുള്ളൂ. ആകെയുള്ള സീറ്റ് 100%-ആയിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അതിൽ 40% സയൻസിനാണ്, 40% ഹ്യൂമാനിറ്റീസിനാണ്, 40% കൊമേഴ്സിനാണ് എന്നുള്ളത് അവിടെ തിരിച്ചറിയാം. മറ്റ് കുറച്ച് വ്യവസ്ഥകൾ കൂടെ കൊടുത്തിട്ടുണ്ട്. യോഗ്യതാ പരീക്ഷ പാസ്സാകാൻ 3 ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാൻ അർഹത ഉണ്ടായില്ല. അതായത് +2 നമ്മൾ 3 ചാൻസുകൾ കൂടുതൽ നമ്മൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇക്കാര്യത്തിൽ സേവ് എ ഇയർ പരീക്ഷ, അതായത് സേവ് പരീക്ഷ എഴുതിയിട്ടുള്ളതും ചാൻസ് ആയിട്ട് പരിഗണിക്കുന്നതാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഓരോ TTAയിലും NCTE നിർദ്ദേശിച്ചിട്ടുള്ള സീറ്റുകളിലേക്ക് മാത്രമേ പ്രവേശനം നൽകുവാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിൽ കൂടുതൽ കുട്ടികളെ എടുക്കാൻ അവർക്ക് അധികാരമില്ല. മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് നിശ്ചയിച്ച മാർക്കിൽ 5% ഇളവ് അനുവദിക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാർക്കിൻ്റെയും അതേപോലെ ചാൻസിൻ്റെയും പരിധി ബാധകമല്ല. അപ്പോൾ പിന്നോക്ക വിഭാഗക്കാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 50%-ൽ നിന്ന് അതൊരു 45%-ലേക്ക് ആക്കിയിട്ടുണ്ടാവും. ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അവിടെ മാർക്ക് കുറവാണെങ്കിലും പ്രശ്നമില്ല, അവർ 3-ൽ കൂടുതൽ ചാൻസുകൾ എടുത്തിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. ഇനി അടുത്തത്, അപേക്ഷകർ 1/7/2025 17 വയസ്സിൽ കുറവുള്ളവരോ 33 വയസ്സിൽ കൂടുതലുള്ളവരോ ആകാൻ പാടുള്ളതല്ല. അതായത് നമ്മൾ ഈ ഒരു കോഴ്സിന് അപേക്ഷിക്കുമ്പോൾ ഈ ഒരു കോഴ്സിന് 17 വയസ്സെങ്കിലും മിനിമം പ്രായമായിട്ട് വേണം. എന്നാൽ 33 വയസ്സിന് മുകളിലേക്ക് ആരുടെയും പ്രായം പോവാൻ വേണ്ടിയിട്ടും പാടില്ല. ഉയർന്ന പ്രായപരിധിയിൽ
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 5 വർഷവും 5 വർഷവും, ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് 5 വർഷവും, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് 3 വർഷവും, വിമുക്ത ഭടന്മാർക്ക് അവരുടെ സൈനിക സേവനത്തിന്റെ കാലയളവും ഇളവ് നൽകുന്നതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാ ഒരാൾക്ക് 17 വയസ്സിൽ കുറയാനോ 33 വയസ്സിൽ കൂടാനോ വേണ്ടി പാടുള്ളതല്ല. പിന്നെ പട്ടികജാതി പട്ടികവർഗങ്ങൾക്ക് ഇത് 5 വയസ്സുവരെ കൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 33 പകരം 38 വയസ്സുവരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് 5 വർഷം അപേക്ഷിക്കാം. ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഈ 33, 38 വയസ്സ് വരെ അപേക്ഷിക്കാം. മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് 3 വർഷം, അതായത് 33 മാറിയിട്ട് 36 വയസ്സിനുള്ളിൽ ഇത് അപേക്ഷിക്കാം. പിന്നെ ഈ റിട്ടയർമെന്റ് ചെയ്തിട്ടുള്ള ആ പട്ടാളക്കാർക്ക് എന്ത് ചെയ്യാം, ആ ഒരു സൈനിക സേവനത്തിന്റെ കാലയളവ് കുറച്ച് നൽകുന്നതാണ് എന്നും കൂടെ പറയുന്നുണ്ട്. നേരത്തെ അധ്യാപകനായി അംഗീകാരം ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് അവരുടെ അധ്യാപക സേവന കാലയളവ് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് നൽകുന്നതിന് കണക്കാക്കാവുന്നതാണ്. അത് എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് അത് വ്യക്തമല്ല. ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ് TTC ആണ്. അപ്പോൾ അതെടുക്കുന്നതിന് മുമ്പ് ഒരാൾ അധ്യാപകനാവുക എന്നുള്ളത് വളരെ പോസിബിലിറ്റി കുറവാണ് എന്നുള്ളത് അവിടെ നോക്കുക. ഇനി അവിടെ ഇടപ്പള്ളി ഗവൺമെന്റ് TTIയിൽ നിന്നും 5 സീറ്റുകൾ വീതം, ആകെ 10 സീറ്റ് 5 ആൺകുട്ടികൾക്കും 5 പെൺകുട്ടികൾക്കും ലക്ഷദ്വീപ് നിവാസികളായ വിദ്യാർത്ഥികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപ് നിവാസികളുടെ അപേക്ഷകൾ നിശ്ചിത സമയപരിധിക്കകം സമർപ്പിക്കണം. അല്ലാതെ പക്ഷം പ്രസ്തുത സീറ്റുകളിൽ ജനറൽ മെറിറ്റിൽ നിന്നും അഡ്മിഷൻ നൽകുന്നതാണ് എന്നതും അവിടെ പറഞ്ഞിട്ടുണ്ട്. വിമുക്ത ഭടന്മാർക്ക് ഓരോ റവന്യൂ ജില്ലയിലും ആകെ 6 സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും എന്ത് ചെയ്തിട്ടുണ്ട്, 6 സീറ്റ് ഈ ഒരു വിമുക്ത ഭടന്മാർക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബന്ധപ്പെട്ടവർ നിശ്ചിത രീതിയിൽ അപേക്ഷിക്കണം. പ്രസ്തുത സീറ്റുകളിൽ വേണ്ടത്ര അപേക്ഷകരില്ലെങ്കിൽ ബാക്കിയുള്ള സീറ്റുകളിലേക്ക് സൈനിക സേവനത്തിൽ കുറഞ്ഞത് 5 വർഷത്തെ സർവീസിന് ശേഷം പിരിഞ്ഞുപോയവരുടെ ഭാര്യമാരെയും അവിവാഹിതരായ മക്കളെയും തിരഞ്ഞെടുക്കാവുന്നതാണ്. അതായത് ഈ ഒരു സൈനികരില്ലെങ്കിൽ അവരുടെ 5 ഭാര്യമാർക്കോ അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിക്കാത്ത മക്കൾക്കോ ആ സീറ്റിന് അർഹതയുണ്ടാവുന്നതാണ്. അതിലേക്ക് അർഹതപ്പെട്ടവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്ത് ചെയ്യണം, അത് നൽകിക്കൊണ്ട് വേണം അപേക്ഷിക്കാൻ. ഓരോ റവന്യൂ ജില്ലയിലും 2 സീറ്റുകൾ വീതം ജവാന്മാരുടെ കുടുംബക്കാർക്ക്, ഭാര്യയ്ക്കും അതേപോലെ കല്യാണം കഴിച്ചിട്ടില്ലാത്ത മക്കൾക്കും നീക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കും എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ചിട്ട് അപേക്ഷിക്കണം. തങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായി 5 കൊല്ലം തികയാതെ തന്നെ സേവനത്തിൽ നിന്നും പിരിഞ്ഞു പോകേണ്ടി വരുന്ന ഭടന്മാരുടെ ഭാര്യമാർക്കും അവിവാഹിതരായ മക്കൾക്കും മുകളിൽ സൂചിപ്പിച്ച 2 വിഭാഗങ്ങളിൽ അർഹരായ അപേക്ഷകരില്ലെങ്കിൽ പ്രസ്തുത സീറ്റുകൾ നൽകേണ്ടതാണ്. അത് 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്യാത്ത ജവാന്മാരുണ്ടെങ്കിലും ഈ 5 കൊല്ലം കംപ്ലീറ്റ് ചെയ്ത ജവാന്മാരില്ലെങ്കിൽ അവർക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മുകളിൽ സൂചിപ്പിച്ച ജവാന്മാരോ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞുപോയവരോ അപേക്ഷകനുമായുള്ള ബന്ധം തെളിയിക്കുന്നതിന് തഹസിൽദാരിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റിന്റെയോ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റിന്റെയോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടി എന്ത് ചെയ്യണം, ഹാജരാക്കണം. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള 8 സീറ്റുകളിലേക്ക് വേണ്ടത്ര അർഹതയുള്ള അപേക്ഷകരില്ലെങ്കിൽ ബാക്കി വരുന്ന സീറ്റുകൾ അർഹതയുള്ള മറ്റ് വിഭാഗത്തിന്റെ അപേക്ഷകൾ പരിഗണിക്കാവുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായവർക്ക് 3% സീറ്റ് നീക്കി വെച്ചിട്ടുണ്ട്. ഭിന്നശേഷിയായിട്ടുള്ളവർക്ക് 3%. അതിലേക്ക് അർഹതയുള്ളവർ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ കൂടി അപേക്ഷയോടൊപ്പം വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശിച്ച വൈകല്യത്തിന്റെ തീവ്രത ഉറപ്പാക്കുകയും വേണം. സ്പോർട്സ് കോട്ടയിൽ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ സീറ്റ് വീതം സ്പോർട്സ് താരങ്ങൾക്കായി നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 സീറ്റ് സ്പോർട്സ് താരങ്ങൾക്കുള്ളതാണ്. അവരുടെ അപേക്ഷകൾ സ്പോർട്സ് കൗൺസിൽ സ്വീകരിച്ച് സ്പോർട്സ് കൗൺസിലിന്റെ ഒപ്പോടുകൂടി 31/7/2025 ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് പരിഗണനയ്ക്കായിട്ട് അയച്ചു കൊടുക്കണം. പ്രസ്തുത സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് KER അധ്യായം 25 റൂൾ 7 അനുസരിച്ചായിരിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് കോട്ട പ്രവേശനത്തിന് സ്പോർട്സ് കൗൺസിലിന് അപേക്ഷ നൽകുന്നവരും മുകളിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളവരും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് സമർപ്പിക്കേണ്ടതാണ്.
അപേക്ഷകൾ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ അഡ്മിഷൻ സമയത്ത് അതാത് സെന്ററിൽ ഹാജരാക്കേണ്ടതാണ്. 10% സീറ്റുകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. 10% എന്താണ്? ഈ EWSനുള്ള സംവരണമാണ്. സംവരണം നടപ്പിലാക്കുമ്പോൾ ജനറൽ മെറിറ്റ് കോട്ടയിൽ കുറവ് വരാതിരിക്കാൻ നിലവിൽ അനുവദിച്ചിട്ടുള്ള സീറ്റുകൾക്ക് പുറമെയാണ് ഈ ഒരു 10% അധികമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അലോട്ട്മെന്റ് ലഭിക്കുന്ന അപേക്ഷകരുടെ യോഗ്യത തെളിയിക്കുന്ന എല്ലാവിധ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ അതാതു സെന്ററുകളിലെ പ്രിൻസിപ്പാളുമാർ പരിശോധിച്ച് ബോധ്യപ്പെട്ട ശേഷം അഡ്മിഷൻ നൽകേണ്ടതാണ്. അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും എന്ത് ചെയ്യണം? അതാത് സ്ഥലത്തെ പ്രിൻസിപ്പൾ നോക്കി വെരിഫൈ ചെയ്യേണ്ടതാണ്. സർക്കാർ ഉത്തരവ് നമ്പർ കൊടുത്തിട്ടുണ്ട് തീയതി പ്രകാരം മെറിറ്റ് കോട്ടയിൽ NCC കേഡറ്റുകൾക്ക് 10 മാർക്ക് വെയിറ്റേജ് നൽകുന്നതാണ്. NCC ഡയറക്ടറേറ്റിൽ നിന്നും ഇത് സംബന്ധിച്ച് നൽകുന്ന വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കുന്നുള്ളൂ. അപ്പോൾ NCCയിലുള്ളവർക്ക് ആ ഒരു 10 മാർക്ക് വെയിറ്റേജ് കിട്ടുന്നതായിരിക്കും. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ നേടിയിട്ടുള്ളവർക്ക് മെറിറ്റ് കോട്ടയിൽ DLED പ്രവേശനത്തിന് മുൻഗണന നൽകുന്നതാണ്. അപ്പോൾ സ്കൗട്ടിന് ഉണ്ടെങ്കിൽ അതിൽ രാജ്യ പുരസ്കാരോ രാഷ്ട്രപതിയോ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു അഡ്വാൻറ്റേജ് അവിടെ കിട്ടും. NSSന്റെ നാഷണൽ ക്യാമ്പിലോ റിപ്പബ്ലിക് ദിന ക്യാമ്പിലോ പങ്കെടുത്തിട്ടുള്ള NSS വോളണ്ടിയർക്ക് DLED കോഴ്സ് പ്രവേശനത്തിന് മുൻഗണന നൽകും. അപ്പോൾ NSSന്റെ നാഷണൽ ക്യാമ്പിലോ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന ക്യാമ്പിലോ പങ്കെടുത്താൽ മാത്രമേ ആ തരത്തിലുള്ള ഒരു DLED കോഴ്സിന് പ്രവേശനത്തിന് മുൻഗണന കിട്ടൂ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇനി തമിഴ് TTIകളിൽ ആകെയുള്ള സീറ്റുകളിൽ 10% തമിഴ്നാട്ടിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായ കുട്ടികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തമിഴ് TTIകളുണ്ട്, അതിൽ 10% എന്താ? തമിഴ്നാട്ടിൽ ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായിട്ടുള്ള കുട്ടികളെയാണ് അതിന് അർഹരാക്കുക. കേരളത്തിലെ അർഹരായ മുഴുവൻ കുട്ടികൾക്കും തമിഴ് TTIകളിൽ അഡ്മിഷൻ നൽകിയതിനു ശേഷം ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് കൂടി തമിഴ്നാട്ടിൽ നിന്ന് +2 പാസ്സായ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതാണ് എന്നുള്ളത് അവിടെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരപേക്ഷകൻ ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് ഒരു ജില്ലയിൽ മാത്രമേ. അത് കോഴിക്കോടുള്ളവനാണെങ്കിൽ വേണേൽ തിരുവനന്തപുരം കൊടുക്കാം, പക്ഷെ തിരുവനന്തപുരത്ത് മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. വയനാട്ടിലുള്ള ആൾക്ക് കാസർഗോഡ് കൊടുക്കാം, പക്ഷെ കാസർഗോഡ് മാത്രമേ അപേക്ഷിക്കാൻ വേണ്ടി പാടുള്ളൂ. ന്യൂനപക്ഷ സമുദായ വിഭാഗങ്ങൾ നടത്തുന്ന TTIകളിൽ നിന്നും 50% സീറ്റുകൾ പൊതു മെറിറ്റ് അടിസ്ഥാനത്തിലും ബാക്കി വരുന്ന 50% സീറ്റുകൾ അതത് ന്യൂനപക്ഷ സമുദായ വിഭാഗത്തിൽ നിന്നും യോഗ്യതയുടെ അടിസ്ഥാനത്തിലും പ്രവേശനം നൽകേണ്ടതാണ്. ഇപ്പൊ ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന TTIകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. ഇതിൽ 50% എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. ബാക്കി വരുന്ന 50% സീറ്റുകളിൽ ഇത് ഏത് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെയാണോ അവിടെയുള്ള 50%മാണ് ആ ന്യൂനപക്ഷ വിഭാഗത്തിലെ മെറിറ്റ് നോക്കിയിട്ടാണ് ആ ഒരു 50% കുട്ടികളെ എടുക്കുക. മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത എയ്ഡഡ് TTIകളിൽ 20% സീറ്റുകളിലേക്ക് മാനേജർമാർ അർഹതയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകണം. അപ്പം മൈനോറിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടാത്ത എയ്ഡഡ് TTIകളും ഉണ്ടാവും. ഈ TTIകൾ എന്ത് ചെയ്യണം? 20% സീറ്റുകളിലേക്ക് മാനേജ്മെന്റിന് അല്ലെങ്കിൽ മാനേജർക്ക് അർഹതയുള്ളവരെ നിയമിക്കാൻ അനുമതി ഉണ്ട്. പ്രവേശനത്തിനുള്ള അർഹത നിശ്ചയിക്കുന്നത് താഴെ വിവരിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചായിരിക്കും. അതായത് നമുക്കിത് കിട്ടുന്ന നമ്മൾ ഓരോരോ കാര്യങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതിൽ കിട്ടുന്ന മാർക്ക് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. യോഗ്യതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കാണ് 80% പരിഗണിക്കുക. യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് 80%. ഇന്റർവ്യൂവിൽ നിന്നും ലഭിച്ച മാർക്ക് 10%. ഈ ഇന്റർവ്യൂവിൽ നിന്നും ലഭിച്ച മാർക്ക് ഞാനൊക്കെ അഡ്മിഷൻ എടുക്കുന്ന കാലത്ത് പരിഗണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും ഇവിടെ 10% ഇന്റർവ്യൂവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക.
പിന്നെ ബാക്കി ഇപ്പോൾ 90%മായി സ്പോർട്സ്, ഗെയിംസ്, കലോത്സവം എന്നിവയിൽ വിവിധ തലങ്ങളിൽ താഴെ കൊടുത്തിരിക്കുന്ന മുൻഗണനാക്രമം അനുസരിച്ച് പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് 10%. അതായത് ദേശീയ തലത്തിലുള്ളവരെ ആദ്യം പരിഗണിക്കും, പിന്നെയാണ് സംസ്ഥാന തലം പരിഗണിക്കുക, പിന്നെയാണ് ജില്ലാതലം പരിഗണിക്കുക, അവസാനമായിട്ടാണ് ഉപജില്ലാതലം പരിഗണിക്കുക. അതായത് ഒരേ ഐറ്റത്തിന് ദേശീയ തലത്തിൽ മത്സരിച്ച ഒരാളും സംസ്ഥാന തലത്തിൽ മത്സരിച്ച ഒരാളും ആണ് ഉള്ളതെങ്കിൽ അതിൽ ദേശീയ തലത്തിലുള്ള ആൾക്ക് 10% അവിടെ ഒരു മാർക്കിന്റെ അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ളത് ഓർത്തിരിക്കുക. KER അധ്യായം 25 അനുസരിച്ച് 5% സീറ്റുകൾ ഡിപ്പാർട്ട്മെന്റ് കോട്ടയിൽ അപേക്ഷിച്ചവർക്കായി നീക്കിവെച്ചിട്ടുണ്ട്. അതായത് PSC കിട്ടി ഇപ്പോൾ LGSO LD ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് 5% സീറ്റുകൾ നീക്കിവെച്ചിട്ടുണ്ടാവും. ഡിപ്പാർട്ട്മെന്റൽ കോട്ടയിൽ നിശ്ചിത അപേക്ഷകരില്ല എങ്കിൽ ബാക്കി സീറ്റുകളിലേക്ക് പൊതുകോട്ടയിൽ അഡ്മിഷൻ നൽകാവുന്നതാണ്. ഓക്കെ, കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 11/8/2025 വൈകുന്നേരം 5 മണിയാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 11/8/2025 5 മണിയാണ്. അതിനുശേഷം ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, അപേക്ഷ നൽകുവാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവസാന ദിവസത്തിനായി ഒരിക്കലും കാത്തു നിൽക്കരുത്. വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അപേക്ഷകൾ കൊടുക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് +2 സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന മാർക്ക് ലിസ്റ്റിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് മതിയാകുന്നതാണ്. നമുക്ക് +2 സർട്ടിഫിക്കറ്റ് അപ്പോൾ കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു റിസൾട്ടിന്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് നമ്മൾ സ്വയം അറ്റസ്റ്റ് ചെയ്തിട്ട് വച്ചാൽ മതി. മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ സംവരണ തത്വങ്ങൾക്ക് വിധേയമായി വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവുകയും ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വെയിറ്റിംഗ് ലിസ്റ്റ് പ്രത്യേകം തയ്യാറാക്കേണ്ടതുമാണ്. അത് തയ്യാറാക്കുക DD ഓഫീസിൽ നിന്നും PSCയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കും. ഓരോ കാറ്റഗറിയിലും 3 ഇരട്ടി പേരുടെ ലിസ്റ്റ് തയ്യാറാക്കേണ്ടതും ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നിലവിലുള്ള നടപടിക്രമം അവർ സ്വീകരിക്കുകയും വേണം. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാതെ വരുന്ന അപേക്ഷകൾക്ക് പകരമായി ലിസ്റ്റിലെ അടുത്തയാളെ പരിഗണിക്കേണ്ടതും അന്നേ ദിവസം തന്നെ ഒഴിവ് നികത്തേണ്ടതുമാണ്. അപ്പം നമുക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവാൻ പറ്റിയില്ലെങ്കിൽ എന്ത് പറ്റില്ല, നമുക്ക് ഒരു കോളേജിലും അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും കൂടെ തിരിച്ചറിയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപേക്ഷ നിശ്ചിത ഫോറത്തിൽ തന്നെ സമർപ്പിക്കണം. ഇപ്പോൾ അപേക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ളൊരു ഫോറമുണ്ട്. ഈ ഒരു ഫോറം ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. 5 രൂപയ്ക്കുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പ് നിർദ്ദിഷ്ട സ്ഥാനത്ത് ഒട്ടിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നമ്പർ ഉണ്ട്, അതർ റെസിപ്റ്റ് എന്ന അക്കൗണ്ട് ഹെഡിൽ 5 രൂപ ട്രഷറിയിൽ അടച്ച ചെലാൻ രസീത് അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. ഒന്നേ എന്ത് ചെയ്യണം, 5 രൂപയ്ക്കുള്ള ഒരു കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം, അല്ലെങ്കിൽ ഈ നമ്പറിലുള്ള എന്ന അക്കൗണ്ട് ഹെഡിൽ 5 രൂപ ട്രഷറിയിൽ അടച്ച ചെലാൻ രസീത് അപേക്ഷയോടൊപ്പം നമ്മൾ ഹാജരാക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർ ഈ ഒരു അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല. മാനേജ്മെന്റ് കോട്ടയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായി മാനേജർക്ക്, എയ്ഡഡ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർക്ക് നേരിട്ടോ രജിസ്റ്റേർഡ് പോസ്റ്റായോ അപേക്ഷിക്കേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടാൻ നമ്മൾ ഈ ഒരു അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് ഈ ഒരു മാനേജർക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടോ അപേക്ഷിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലാണോ നടക്കുക എന്നുള്ളത് സംശയമുണ്ട്. നമ്മൾ സാധാരണയായിട്ട് മാനേജ്മെന്റിനെ സമീപിക്കുകയാണ് ചെയ്യുക. ഇത്തരം അപേക്ഷയുടെ പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നൽകിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ന്യൂനപക്ഷ TTIകളിലേക്ക് പൊതുമെറിറ്റ് അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള 50% സീറ്റുകളിലേക്കുള്ള അപേക്ഷകളും ബന്ധപ്പെട്ട TTI മാനേജർക്ക് നൽകേണ്ടതും മാനേജർക്ക് നൽകുന്ന അപേക്ഷയുടെ പകർപ്പ് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്കും നൽകേണ്ടതാണ്. നമ്മൾ ഈ ഒരു മൈനോറിറ്റി TTIകളിൽ, എയ്ഡഡ് TTIകളിൽ വരുമ്പോൾ ഈ ആ ഒരു 50% സീറ്റുകളിലേക്കുള്ള അപേക്ഷകൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു TTI മാനേജർക്കാണ് നൽകേണ്ടത്. അതിൻ്റെ ഒരു പകർപ്പ് TTI മാനേജർ ആയിരിക്കും ഈ ഒരു ഉപഡയറക്ടർക്ക് നൽകുക. മാനേജർമാർ സെലക്ഷൻ ലിസ്റ്റ് തയ്യാറാക്കിയാലുടൻ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പരിശോധനയ്ക്ക് അത് വിധേയമാക്കണം. ഇത് സംബന്ധിച്ചുള്ള
വിശദ വിവരങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിൽ ലഭ്യമായിട്ടുണ്ടാവും. സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ജില്ല തിരിച്ച് അനുബന്ധം 2 ചേർത്തിട്ടുണ്ട്. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിന്റെയും മറ്റ് രേഖകളുടെയും പകർപ്പുകൾ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റും അതേപോലെ തന്നെ മറ്റ് രേഖകളും എന്ത് ചെയ്യണം? ഈ ഒരു അപേക്ഷയോടൊപ്പം തന്നെ കൊടുക്കണം. പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കന്നഡ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും, തമിഴ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ പാലക്കാട്, ഇടുക്കി എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും, ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള അപേക്ഷകൾ തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കുമാണ് നമ്മൾ അയക്കേണ്ടത്. ആംഗ്ലോ ഇന്ത്യൻ TTIയിലേക്കുള്ള അപേക്ഷകൾ കണ്ണൂർ സെന്റ് തെരേസ് ആംഗ്ലോ ഇന്ത്യൻ TTI മാനേജർക്കുമാണ് നൽകേണ്ടത്. DLED പരീക്ഷകൾ സെമസ്റ്റർ സമ്പ്രദായത്തിലായതിനാൽ ട്രാൻസ്ഫർ അപേക്ഷകൾ ഓരോ സെമസ്റ്റർ പരീക്ഷ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നമ്മൾ DLED സെമസ്റ്റർ സമ്പ്രദായത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അപേക്ഷ ഓരോ സെമസ്റ്റർ പരീക്ഷ പൂർത്തിയാക്കിയതിന് ശേഷവും നമുക്ക് നൽകാം. ഇങ്ങനെ നൽകുന്ന അപേക്ഷകൾ അടുത്ത സെമസ്റ്റർ ആരംഭിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. അല്ലാതെയുള്ള ട്രാൻസ്ഫർ അപേക്ഷകൾ എന്ത് ചെയ്യുന്നില്ല? സ്വീകരിക്കുന്നില്ല. ജില്ലയ്ക്കകത്തുള്ള ട്രാൻസ്ഫറുകൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ തന്നെയാണ് നടത്തേണ്ടത് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. DLED പ്രവേശനത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രായവും യോഗ്യതയും സംബന്ധിച്ച നിയമങ്ങൾക്ക് യാതൊരു ഇളവും നൽകുന്നതല്ല. നമുക്ക് യാതൊരു ഇളവും ഈ ഒരു പ്രായത്തിന്റെ കാര്യത്തിൽ നമുക്കവിടെ ലഭിക്കില്ല. മാനേജ്മെന്റ് കോട്ടയിൽ അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ തരത്തിൽ പ്രായം കൂടിയ ആളെ ഒന്നും എടുക്കാൻ പറ്റില്ല. പ്രസ്തുത നിബന്ധന പാലിക്കാതെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബന്ധപ്പെട്ട TTIയിലെ പ്രിൻസിപ്പാളിനായിരിക്കും. അത് പ്രിൻസിപ്പാൾ അതുമായിട്ട് ബന്ധപ്പെട്ട നിയമ നടപടികൾ നേരിടേണ്ടി വരും. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നടത്തിയതായി കണ്ടെത്തുന്ന സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പാൾമാരെ NCERTയുടെ അംഗീകൃത പാനലിൽ നിന്നും ഒഴിവാക്കുന്നതും അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതുമാണ്. DLED പ്രവേശനം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർമാർ പരിശോധന നടത്തി യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയിട്ടുണ്ടെങ്കിൽ ആയതെന്ത് ചെയ്യണം? റദ്ദാക്കണം. പ്രവേശനാനുമതി റദ്ദാക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും പഠനം തുടരാൻ വേണ്ടി അനുവദിക്കുക കൂടി ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവേശനാനുമതി റദ്ദാക്കപ്പെടുന്ന വിദ്യാർത്ഥികളെ പഠനം തുടരാൻ അനുവദിക്കുന്ന പക്ഷം ബന്ധപ്പെട്ട ITയുടെ അംഗീകാരം പിൻവലിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതാണ് എന്നറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കോഴ്സുകളല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ തതുല്യ കോഴ്സ് യോഗ്യതാ പരീക്ഷയായി പാസ്സാക്കിയവർക്ക് മലയാളത്തിൽ ആശയവിനിമയത്തിനും അധ്യാപനത്തിനും സാധിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉറപ്പ് വരുത്തേണ്ടതാണ്. 2025-27 വർഷത്തെ പ്രവേശന നടപടികൾ 2025 ഓഗസ്റ്റ് 25-നകം പൂർത്തിയാക്കി അധ്യയനം ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ സമയബന്ധിതമായി സ്വീകരിക്കണമെന്നുകൂടി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അനുബന്ധമായിട്ട് കൊടുത്തിട്ടുള്ളത് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, മാതൃകാ അപേക്ഷാ ഫോറം കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ വിലാസം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സ്വീകരിക്കേണ്ടത് എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരും എല്ലാ ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും വിദ്യാഭ്യാസ ഡയറക്ടർ, ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ ആളുകളാണ്. പിന്നെ ഇതിൻ്റെ പകർപ്പ് സ്വീകരിക്കേണ്ട ആളുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അനുബന്ധം 1 ഇവിടെ ഈ ഒരു DLED കോഴ്സിനുള്ള അപേക്ഷ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വിവിധ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ വീഡിയോ വല്ലാതെ ലോങ് ആയി പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണമെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയുക. ഞാനതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഗുണം അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പൂരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു വീഡിയോ ചെയ്യുകയുള്ളൂ എന്നുകൂടി അറിയിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫില്ല് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സത്യവാങ്മൂലവും എഴുതിയിട്ട് നമ്മൾ ഒപ്പിടണം. പിന്നെ അതിനുശേഷം ഈ ഒരു ട്രെയിനിങ് സ്കൂളുകൾ ഡിസ്ട്രിക്ട് ബേസിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജില്ല തിരഞ്ഞെടുത്ത് ഏത്
കോളേജുകളിലാണ് നിങ്ങൾ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്, ഓരോ ഭാഗത്തും നോക്കേണ്ടത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പിന്നെ അതിനുശേഷം എല്ലാ ജില്ലകളുടെയും വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരുടെ നമ്പർ കൂടി ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫ് ഫിനാൻസിന്റെ കാര്യത്തിലും ഇതേ ഒരു ഓർഡർ തന്നെയാണ് ഫോളോ ചെയ്യുക. സെൽഫ് ഫിനാൻസിങ് ആവുമ്പോൾ നമ്മൾ അവിടെ ഈ ഒരു സെൽഫ് ഫിനാൻസിൽ നമ്മൾ ആ ഒരു ഓരോ സെമസ്റ്ററിനും വേണ്ട പണം അടയ്ക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ബാക്കിയെല്ലാം ഗവൺമെന്റ് ഒപ്പം തന്നെയാണ്, ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുടെ ഒപ്പം തന്നെയാണ് പോവുക. ആ ഒരു ഫീസിൽ മാത്രമേ വ്യത്യാസം വരൂ. ആപ്ലിക്കേഷന്റെ കാര്യത്തിലും മറ്റേ ഒരു നോട്ടിഫിക്കേഷൻ എടുത്തൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ള 2 കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇതിൻ്റെ കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കണമെന്ന് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. DLEDുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകളും എക്സാം ബേസ്ഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും തുടർന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇന്ന് ഈ ഒരു DLEDന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.